കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റിന് തങ്ങളുടെ റബ്ബർ സ്റ്റാമ്പ് ആകാൻ മാത്രം താല്പര്യമുള്ള പരിശീലകരെയാണ് ആവശ്യം. സ്വന്തം അഭിപ്രായങ്ങൾ മാനേജ്മെന്റിന്റെ മുഖത്ത് നോക്കി പറയാനും അവരുടെ തെറ്റായ തീരുമാനങ്ങളെ വിമർശിക്കാനും ധൈര്യമുള്ളവരെ അവർക്ക് എന്നും ചതുർത്ഥിയാണ്. ഇവാൻ ഫിക്കോമാനോവിച്ച് തന്നെ പലതരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾക്കും ഇവിടെ വിധേയമായിട്ടുണ്ട്. മാനേജ്മെന്റിന്റെ പല സമീപനങ്ങളോടും ആളിന് വിയോജിപ്പുണ്ടെങ്കിൽ പോലും ആള് മാധ്യമങ്ങൾക്ക് നേരെ അതൊന്നും പറഞ്ഞില്ല. പിന്നീട് വന്ന മിഖായൽ സ്റ്റെവറെ കുറെ കാര്യങ്ങൾ തുറന്നു പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും ആളിനെ പുറത്താക്കി ഡേവിഡ് കാറ്റാല എന്ന കോച്ചിനെ കൊണ്ടുവന്നു. അദ്ദേഹവും അടുത്തു തുടങ്ങി കാര്യങ്ങൾ ഓപ്പൺ ആയി പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെയും പുറത്താക്കി. പിന്നീട് നട്ടാലിന് നമ്മൾ ഉറപ്പുള്ള ഒരു കോച്ചിനെ തന്നെയാണ് ഇവന്മാർ കൊണ്ടുവന്ന ആഷ്ലി വെസ്റ്വുഡ് എന്ന പരിശീലകനെ. കഴിഞ്ഞ 7 മത്സരങ്ങളിലായിട്ട് വളരെ മികച്ച റിസൾട്ട് ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടാക്കിയെടുക്കാൻ ആഷ്ലി വെസ്റ്വുഡ് എന്ന പരിശീലകന് കഴിയുന്നുണ്ട്. ഈ ഒരു പരിശീലകന്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് സംബന്ധിച്ചുള്ള മീറ്റിങ്ങുകൾക്ക് പലപ്പോഴും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് അദ്ദേഹത്തിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബ് അടച്ചുപൂട്ടാൻ പോവുകയാണ് എന്നുള്ള വാർത്തകൾ ഇവന്മാർ അവസാന മത്സരത്തിന് ആളെ കയറ്റാൻ വേണ്ടി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലും കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ഡീലുമായിട്ട് ആഷ്ലി വെസ്റ്വുഡിന്റെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ലിസൺ, നിങ്ങളോട് വെയിറ്റ് ചെയ്യൂ, ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ഉദ്യമമായിട്ടാണ്. നിങ്ങളുടെ ക്ലബിന്റെ മോശം അവസ്ഥയിൽ ക്ലബിനെ രക്ഷിക്കുക എന്നുള്ള ഒരൊറ്റ ഡ്യൂട്ടിയുമായിട്ടാണ് ഞാനിവിടെ വന്നത്. ആദ്യം എന്റെ മുന്നിലുള്ള ജോലി ഫിനിഷ് ചെയ്യാൻ എന്നെ അനുവദിക്കുക, എന്റെ മുന്നിലുള്ള 7 മത്സരങ്ങൾ ഫിനിഷ് ചെയ്യാൻ എന്നെ അനുവദിക്കുക. കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പമുള്ള എന്റെ സീസൺസ് അവസാനിപ്പിച്ചതിന് ശേഷം മറ്റു കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങളവിടെ വെയിറ്റ് ചെയ്യൂ, എന്നെ എന്റെ ജോലി ചെയ്യാൻ വിടൂ. അല്ലാതെ ജോലി ചെയ്യുന്നതിന്റെ ഇടയിൽ കയറി കോൺട്രാക്ട് എക്സ്റ്റൻഷൻ, മറ്റേ ക്ലോസ് മറിച്ചേ ക്ലോസ് എന്നൊന്നും പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് അദ്ദേഹം പറയുമ്പോൾ ഇത്രയും ക്യാരക്ടറുള്ള ഒരു കോച്ചിനെ ആയിരുന്നു നമുക്ക് ആവശ്യം. മാനേജ്മെന്റിന്റെ അനാവശ്യമായിട്ടുള്ള ഇടപെടലുകളെ അവിടെ പിടിച്ചു നിർത്തി ഇവിടെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം, ഈ സീസൺ അവസാനിച്ചതിന് ശേഷം നിങ്ങളുടെ കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ട് വന്നാൽ മതി എന്ന് പറയുന്ന ഒരു ഡിഫിനിറ്റ് ക്യാരക്ടർ അത് നമ്മളെ പരിശീലകർക്ക് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ടില്ലായിരുന്നു. ആ ഒരു ക്യാരക്ടർ ഈ ഒരു പരിശീലകൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് നമ്മൾ അയാളോട് വളരെയധികം റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഏതായാലും ആഷ്ലി വെസ്റ്വുഡിന്റെ ഇന്നലത്തെ അഭിമുഖത്തിൽ കൂടി കാര്യം കുറിച്ച് ക്ലിയർ ആയിട്ടുണ്ട്. കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ അലിബന്മാർക്ക് ശ്രമങ്ങളുണ്ട്. കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ സാലറി കുറയ്ക്കാൻ പറയാനായിരിക്കും, എന്താണെന്ന് അറിയില്ല. ഏതായാലും ഇവന്മാർക്ക് എന്തൊക്കെ സംസാരിക്കാനുണ്ട് എന്നുള്ളത് സത്യമാണ്. വെസ്റ്വുഡിന് അവാർഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ സീസൺ അവസാനിച്ചതിന് ശേഷം ഭാവി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം എന്ന് പറയുമ്പോൾ ക്ലബ്ബ് ഷട്ട് ഡൗൺ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ഗിമ്മിക്ക് മാത്രമാണ് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഏതായാലും തന്റെ ക്യാരക്ടർ ഡിഫൈൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ഒരു പ്രൊപ്പഗണ്ട കൂടി പൊളിച്ചിരിക്കുകയാണ് എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കുക.